മണിപ്പൂരിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കാണാതായ 6 പേരിൽ 3 പേരുടെ മൃതദേഹം നദിയിലൂടെ ഒഴുകിയെത്തി. സംഘർഷഭരിതമായ മണിപ്പൂരിൽ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കാണാതായ 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. മണിപ്പൂരിലെ ജിരാമ്പ ജില്ലയിൽ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കാണാതായ 6 മെയ്തേലികളിൽ 3 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നവംബർ 11-ന് കാണാതായ ഇവരുടെ മൃതദേഹം ജിരി നദിയിലൂടെ ഒഴുകിയെത്തുകയായിരുന്നു. 2 കുട്ടികളുടെയും 1 സ്ത്രീയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ അസമിലെ കച്ചർ ജില്ലയിലെ സിൽച്ചാർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. അതേസമയം തിങ്കളാഴ്ച ജിരിബാമിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട 10 പേരുടെ മൃതദേഹങ്ങൾ പെട്ടെന്ന് വിട്ടുതരണമെന്ന് അസം ഭരണകൂടത്തോട് ഹമാർ ഗോത്രത്തെ പ്രതിനിധീകരിക്കുന്ന ഹമാർ ഈപ്പു ആവശ്യപ്പെട്ടു. നിലവിൽ പോസ്റ്റ്മോർട്ടത്തിനും മറ്റു പരിശോധനകൾക്കും വേണ്ടി SMCയിലാണ് മൃതദേഹങ്ങളുള്ളത്. 10 പേരുടെ മരണത്തിൽ കഴിഞ്ഞ ദിവസം കുക്കിസോവ് വിഭാഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത് വൈകിയാൽ സിയാച്ചറിൽ അസ്വസ്ഥതയുണ്ടാക്കുമെന്ന ഭയത്തിലാണ് ഹമാർ ഇൻപോയ്. തിങ്കളാഴ്ച സായുധധാരികൾ ബൊറോബെക്ര പോലീസ് സ്റ്റേഷനും CRPF പോസ്റ്റും ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 10 സായുധധാരികളെ വധിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഏറ്റുമുട്ടലിന് പിന്നാലെ പോലീസ് ക്യാമ്പിലുണ്ടായിരുന്ന അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് 6 പേരെ കാണാതാവുകയായിരുന്നു. ഒരേ കുടുംബത്തിലെ 3 സ്ത്രീകളെയും 3 കുട്ടികളെയുമാണ് കാണാതായത്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ കാണാതായവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്.